എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ 2 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി ആയിട്ടാണ്. മയോ സാൻഡ്വിച്ചാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഈ ബൗളിലേക്ക് 1 കപ്പ് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് ക്യാബേജ് ചേർത്ത് കൊടുക്കാം. ഇതും ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. ഇനി നമുക്കിതിലേക്ക് പൊടിയായിട്ട് അരഞ്ഞ തക്കാളി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് യൂസ് ചെയ്യാം. ക്യാപ്സിക്കം യൂസ് ചെയ്യാം, കുക്കുംബർ യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിച്ച് വേണം ചേർക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് മയോണൈസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മയോണൈസിൽ കുറച്ച് ഉപ്പുണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിച്ച് ചേർക്കണം എന്ന് പറയുന്നത്. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ മയോണൈസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് എഗ്ലെസ് മയോണൈസാണ്. നിങ്ങൾക്ക് എഗ്ഗുള്ള മയോണൈസോ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ മയോണൈസ് എല്ലാം ചേർത്ത് കൊടുത്ത ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ സാൻഡ്വിച്ചിനുള്ള ഫില്ലിങ് റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുന്ന ആ ഒരു താമസം മാത്രമേ നമുക്ക് സാൻഡ്വിച്ച് തയ്യാറാക്കാനായിട്ട് വേണ്ടൂ. അപ്പോൾ ഇനി നമുക്ക് സാൻഡ്വിച്ച് തയ്യാറാക്കാനുള്ള ബ്രെഡ് റെഡിയാക്കാം. അപ്പോൾ ഞാനിവിടെ സാധാരണ സാൻഡ്വിച്ച് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. ഈ ബ്രെഡിൻ്റെ മുകളിലേക്ക് കുറച്ച് ബട്ടർ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ബട്ടർ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ബട്ടർ ചേർക്കുകയാണെങ്കിൽ കുറച്ച് ടേസ്റ്റ് കൂടും. പിന്നെ ഞാൻ ഈ ബ്രെഡിൻ്റെ 4 സൈഡും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ സാൻഡ്വിച്ചിൻ്റെ മിക്സ് ഈ ബ്രെഡിൻ്റെ മുകളിലായിട്ട് തേച്ച് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ വരുന്ന രീതിയിൽ നമുക്കിതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം മറ്റൊരു ബ്രെഡിൻ്റെ പീസ് വെച്ച് ഇതൊന്ന് കവർ ചെയ്യാം. അത്രയേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ മയോ സാൻഡ്വിച്ച്. മയോണൈസ് ചേർത്തിരിക്കുന്നത് കൊണ്ടാണ് ഇതിനെ മയോ സാൻഡ്വിച്ച് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്ത് വിടാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. 2 മിനിറ്റ് മാത്രം മതി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ വീഡിയോൻ്റെ താഴെയുള്ള റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിനി അടുത്ത ദിവസം പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം.